ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ വാർത്തോദയത്തിലേക്ക് സ്വാഗതം. ഒരു നല്ല ദിനം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. വെരി 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 ഗുഡ് മോർണിംഗ്. ഒരു സൂപ്പർ പ്രഭാതം അല്ലെങ്കിൽ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മളുടെ മോർണിംഗ് വാക്ക് ഇന്ന് തുടങ്ങുകയാണ്. എല്ലാവരും ആരോഗ്യ സംരക്ഷണം, ആരോഗ്യം എന്ന് പറയുമ്പോൾ മാനസിക ശാരീരിക ആരോഗ്യ സംരക്ഷണം പാലിക്കുക. പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി? പറഞ്ഞു എല്ലാ ദിവസവും പറയുന്ന കാര്യം എന്തിനാണ് മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക, നടക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കുക. നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളോട് തന്നെ പറഞ്ഞു പഠിപ്പിച്ച് അത് ലോകത്തിൽ ഒരാൾക്കും തകർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക അല്ലെ? അതായിരിക്കണം എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് 2024 ഡിസംബർ 4 ബുധനാഴ്ചയാണ്. മലയാളം നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം 1200 വൃശ്ചികം 19 ഒക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ മോർണിംഗ് വാക്ക് ആരംഭിക്കാനുള്ള സമയമാണ്. നമ്മൾ നടന്നു തുടങ്ങുകയാണ്. അപ്പോൾ എവിടെയാണ് ഇന്ന് നമ്മൾ ഉള്ളത് എന്ന് പ്രേക്ഷകർ ഇങ്ങനെ ചിന്തിച്ചു കാണും. മനോഹരമായ ദീപാലങ്കാരങ്ങളൊക്കെ ഉള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു വെൽനസ് പാർക്കാണ് അല്ലെ? ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. പറഞ്ഞു വരുന്നത് കാക്കനാടുള്ള കൊച്ചി കാക്കനാടുള്ള ചിറ്റിലപ്പള്ളി സ്ക്വയറിനെ കുറിച്ചാണ്. അതാ നമുക്ക് ചുറ്റും കാണുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇതിന്റെ ആകർഷണങ്ങളൊക്കെ ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്, സൈക്കിൾ ട്രാക്ക് ഉണ്ട്, പബ്ലിക് ജിം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്, ബാങ്കറ്റ് ഹാൾ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വിശേഷം ജോഗിംഗ് ട്രാക്ക് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ വെൽനസ് പാർക്ക് ഉണ്ട്. എല്ലാം നമുക്കൊന്ന് കാണണം. അവരുടെ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു. നടക്കാനും ഓടാനും സൈക്ലിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. അതിനു മുമ്പ് വാർത്തകൾ അറിയാനുണ്ട്. ആ വാർത്തകളിലേക്കൊക്കെ പോവാം. യെസ്, അപ്പോൾ അതൊക്കെയാണ് വാർത്താ തലക്കെട്ടുകൾ. നമ്മുടെ മോർണിംഗ് വാക്ക് നമുക്ക് ആരംഭിക്കാം അല്ലെ? എല്ലാ ദിവസവും രാവിലെ നല്ല വാർത്തകൾ പറഞ്ഞു തുടങ്ങണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ വരുന്ന വാർത്തകൾ ചിലപ്പോൾ അങ്ങനെ അല്ലാതിരിക്കാം. അപ്പൊ ഇന്നും നമുക്ക് ആദ്യം അറിയിക്കാനുള്ളത് ഒരു അപകട വാർത്ത തന്നെയാണ്. അതെ, എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ രാത്രി അപകടങ്ങൾ ഉണ്ടാവുന്നു. ഇന്നിപ്പോൾ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു അപകടത്തിൽ. കൊല്ലം ആര്യങ്കാവിലാണ് അപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. അതിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. സേലം സ്വദേശി ഗാനപാൽ ആണ് മരിച്ചത്. 28 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. MG പ്രതീഷാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? എന്തായിരുന്നു അപകട കാരണം? മറ്റു വിവരങ്ങൾ. ക്രിസ്റ്റീന, പ്രജിൻ, ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് അറിയിക്കാനുള്ളത്. ആര്യങ്കാവിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. ആര്യങ്കാവിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരാൾ മരിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. സേലം സ്വദേശിയായ ഗാനപാലാണ് മരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിൽ ആര്യങ്കാവിന് സമീപം അപകടം ഉണ്ടാകുന്നത്. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഈ അപകടത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്ന 28 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 1-2 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ഗുരുതരമായി പരിക്കേറ്റ ഒരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അടുത്തുള്ള ആശുപത്രിയിൽ ഉടൻ തന്നെ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് ഈ പോലീസും ഒപ്പം ഈ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരുമാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരാളുടെ മരണം സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പ്രതീക്ഷ, ഈ ആര്യങ്കാവിൽ ആ മേഖല, ഇപ്പോൾ അപകടമുണ്ടായ മേഖല, അത് ഒരു അപകട മേഖല തന്നെയാണോ? ഇത്തരം സ്ഥലങ്ങളിലൊക്കെ രാത്രി സഞ്ചാരമൊക്കെ എങ്ങനെയാണ്? നമ്മൾ അത്തരം വാർത്തകളൊക്കെ നേരത്തെ തന്നതാണ്. ചില മേഖലകളിലൂടെയൊക്കെയുള്ള ഈ പുലർച്ചെയുള്ള സഞ്ചാരങ്ങളൊക്കെ അത് നിയന്ത്രിക്കുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അത്തരത്തിലൊരു മേഖലയിലാണോ ഈ അപകടം ഉണ്ടായത്? പ്രജിൻ, തീർച്ചയായും. കാരണം ഈ ചരക്കു ഗതാഗതമടക്കം നിരവധിയുള്ള ഒരു മേഖല കൂടിയാണ് ആര്യങ്കാവ്. ഈ കേരള തമിഴ്നാട് അതിർത്തി മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും ഈ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും നിരവധി വാഹനങ്ങൾ പോകാറുണ്ട്, ചരക്ക് വാഹനങ്ങൾ പോകാറുണ്ട്. മാത്രമല്ല ഈ അയ്യപ്പ ഭക്തർ കൂടുതലായും തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ കേരളത്തിലേക്ക് കടക്കുന്ന ഒരു പ്രധാന വഴി കൂടിയാണ്. ഈ സ്ഥലത്താണ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്
ഉണ്ടായത് എന്നാണ് കൂടുതൽ വ്യക്തമാകേണ്ടത്. കാരണം പുലർച്ചെ നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നേരം പുലരുമ്പോൾ മാത്രമേ ഏത് തരത്തിൽ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്, ആരുടെ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ കുറ്റം ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ഒരു മരണം സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതും ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഈ ഗുരുതരമായവരെ വേണ്ട കൃത്യമായിട്ടുള്ള ഈ ഒരു ചികിത്സ അടക്കം നൽകുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ 1-2 പേരുടെ നിലയാണ് നിലവിൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. പ്രജിത്ത്, വ്യക്തമാണ്. അപ്പോൾ പ്രതീക്ഷ തുടരുക. കൊല്ലം ആര്യങ്കാവിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ശബരിമല തീർത്ഥാടനം സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടമാണ് പുലർച്ചെയാണ് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. പ്രതീക്ഷ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഗുരുതരമായ ചികിത്സകൾ ഏതൊക്കെ ആശുപത്രികളിലാണ് ഈ അപകടത്തിൽപ്പെട്ടവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്, അത്തരം വിവരങ്ങളുണ്ടോ? ഒരു ആശുപത്രിയിൽ മാത്രമാണോ, ഒന്നിൽ കൂടുതൽ ആശുപത്രികളിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമാണോ ഉണ്ടായത്? പ്രജിൻ, നിലവിൽ ഈ ഒരു അതിർത്തി മേഖല കൂടിയാണ്. ഈ തെന്മലയിലെ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലും ഈ പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നു എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നുള്ള വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ തെന്മല ഉൾപ്പെടെയുള്ള ആശുപത്രികളിലാണ് നിലവിൽ ഈ പരിക്കേറ്റവരെ മാറ്റിയിട്ടുള്ളത്. ഈ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് ഉൾപ്പെടെ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടായത് ഈ ബസ്സിൽ ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തന്മാർക്കാണ്. കാരണം പുലർച്ചെയാണ്, എല്ലാവരും ഈ ഉറങ്ങി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നതും അത് ഒരാളുടെ മരണത്തിലേക്ക് നയിക്കുന്നതും. എന്തായാലും നിലവിൽ ഈ പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. ഈ കൂടുതൽ ഒരു മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത നിലവിലില്ല എന്നുള്ളൊരു പ്രാഥമിക വിവരവും എന്തായാലും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ അപകടത്തിലേക്ക് നയിച്ചതിന്റെ കാരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാകും. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സീന മുഹമ്മദ് പറയുന്നുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജയശ്രീ ടീച്ചർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയാമോ എന്ന്. വെരി ഗുഡ് മോർണിംഗ് ജയശ്രീ ടീച്ചർ, പ്രസന്റ് ടീച്ചർ അല്ലെ. അപ്പോൾ ഒരുപാട് പേര് കമന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ചിലർ പറയുന്നു ആഗോള മലയാളികൾ എന്ന് പറഞ്ഞില്ല, ആഗോള മലയാളികൾ തന്നെയാണ്. ആഗോള മലയാളികൾ എഴുന്നേറ്റ് നടക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതെ, മലയാളികൾ എവിടെയായാലും മലയാളികളാണ്. എല്ലാ സ്നേഹവും അതിനകത്തുണ്ട്, എല്ലാവരും ഉൾപ്പെട്ടിട്ടുമുണ്ട്. നമ്മുടെ മലബാർ വാലി PC ദിലീപ് ഓരോ ദിവസവും ഓരോ വിഷയം നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്താറുണ്ട്. ഇന്ന് അദ്ദേഹം പറയുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ദിനംപ്രതി കുതിച്ചു വരികയാണ്, സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് ആകെ തകരുകയാണ്, വാർത്താ ചാനലുകളുടെ പ്രൈം ടൈം ചർച്ചകളിൽ വിലക്കയറ്റം ഒരു വിഷയമാക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അല്ലേ, നമുക്ക് പരിഗണിക്കാം അത്. അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാലോ. കഴിഞ്ഞ ദിവസം നടന്ന ഒരു അപകട വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളൊരു ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ്. 5 ജീവനുകൾ പൊലിഞ്ഞ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞൊരു അപകടമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇന്നത്തെ എന്താണ് വാർത്ത എന്ന് നോക്കാം. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച കാവാലം സ്വദേശി ആയുഷ് ആജിയുടെയും പാലാ സ്വദേശി ദേവനന്ദന്റെയും സംസ്കാരം ഇന്നാണ് നടക്കുക. മറ്റ് 3 പേരുടെ സംസ്കാരം ഇന്നലെ നടന്നിരുന്നു. രാവിലെ 10:30 ആയുഷ് ആജിയുടെ സംസ്കാര ചടങ്ങ് നടക്കുക. മറ്റക്കയിലെ തറവാട്ട് വീട്ടിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകളും നടക്കും. അതിനിടെ വാഹനത്തിന്റെ ഉടമ ഷാമിൽ ഖാനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് RTO വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. മനീഷ് മഹിപാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷിന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോ ഈ മനീഷ് തയ്യാറാവുന്നുണ്ട്. നമുക്ക് അതിനു മുമ്പ് ടോബിലേക്ക് ഒന്ന് പോകണം. പാലയിൽ ദേവനന്ദന്റെ സംസ്കാരം നടക്കുന്ന അവിടെയാണ് ടോബി ഉള്ളതെന്ന് ഞാൻ മനസ്സിലാകുന്നു. ടോബി, ഈ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ്? അവിടെ പൊതുദർശനമുണ്ടോ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? തീർച്ചയായിട്ടും പ്രജിൻ, പൊതുദർശനമുണ്ട്. ഇന്നലെ ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വണ്ടാനത്ത് നിന്നും ദേവനന്ദൻ്റെ മൃതദേഹം വീട്ടിലേക്ക് മറ്റക്കരയിലാണ്, അയർക്കുന്നം അടുത്തുള്ള മറ്റക്കരയിലാണ് ഈ തറവാട് വീട്ടുള്ളത്, അവിടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം നിരവധി ആളുകൾ അവിടേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും പറയേണ്ടത്, ഇവർ താമസിച്ചിരുന്നത് കൂടുതലും മലപ്പുറത്താണ്. ദേവനന്ദൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നത് മലപ്പുറം കോട്ടക്കലിലാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ അവർ 10-20 വർഷത്തോളമായി അവിടെ തന്നെയാണ്. അപ്പം കൂടുതൽ ആളുകളുമായിട്ടുള്ള ബന്ധവും സൗഹൃദവും എല്ലാം അവർക്ക് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ആളുകൾക്ക് ഈ ചടങ്ങിലെത്താൻ അല്ലെങ്കിൽ ദേവനന്ദനെ അവസാനമായി വന്നൊന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളൊരു സമയം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2 മണിക്കത്തേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തറവാട്ട് വീടിൻ്റെ പിൻവശത്തുള്ള വളപ്പിലാണ് ഈ ചിതയൊരുക്കിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ രാവിലെ അവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. കാരണം ഈ അവധിക്കാലങ്ങളിലൊക്കെ ഓടിയെത്തുന്ന ഒരു കൊച്ചുമകൻ, അത് അവരോടുള്ള സ്നേഹം, ആ മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ള സ്നേഹമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു. അത്രത്തോളം ദുഃഖത്തിലായിരുന്നു. ഇങ്ങനെ ഒരു വിയോഗം 2 മാസം മുമ്പാണ് MBBS പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും പോയത്. കഴിഞ്ഞ ഓണത്തിന് വന്ന് സന്തോഷത്തോടെ ആ ഓണം ആഘോഷിച്ച് മടങ്ങിയവരാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു വിയോഗം ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുഃഖം നമുക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചു. ഈ പ്രദേശത്തുള്ള ആളുകളും നമുക്കറിയാവുന്നതുപോലെ ഈ 2 കുട്ടികളാണ്, ചേട്ടനും അനിയനുമാണ്, ദേവദത്തനും അതുപോലെ തന്നെ ദേവദത്തനും 2 പേരാണ്. 2 പേരും MBBS സ്റ്റുഡൻസാണ്. ചേട്ടൻ 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ് പോണ്ടിച്ചേരിയിൽ. അതുപോലെ തന്നെ അനിയനും അതേ പാതയിൽ MBBS രംഗത്തേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുള്ള, അല്ലെങ്കിൽ ഈ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടുകാർക്കെല്ലാം തന്നെ വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം അവരെ തേടി, ആ കുട്ടിയെ തേടി എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ദുഃഖം ഈ നാടിനുമുണ്ട്. കൊട്ടക്കലിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുക. ഇനി നമുക്ക് കാവാലത്തേക്ക് കൂടി പോകാനുണ്ട്. കാവാലത്ത് അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, ആയുഷിന്റെ വീട്ടിൽ വീടിന് സമീപമാണെന്ന് മനസ്സിലാക്കുന്നു. 10:30 സംസ്കാരം നടക്കും എന്നും അറിയുന്നു. അവിടെ ഒന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, 10:30 ആയിഷാജിയുടെ സംസ്കാരം നടക്കുക. കാവാലത്തുള്ള കുടുംബ വീട്ടിലേക്കാണ് ഇന്നലെ ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആയുഷിന്റെ മൃതദേഹം എത്തിച്ചത്. അപ്പോൾ മുതൽ തന്നെ അവസാനമായി പ്രിയപ്പെട്ടവനെ ഒരു നോക്കു കാണാൻ നിരവധി ആളുകളാണ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അത് ഈ പുലർച്ചെയും അങ്ങനെ തന്നെ തുടരുകയാണ്. 10:30 സംസ്കാര ചടങ്ങുകൾ കുടുംബ വീടിന് പുറത്തുള്ള സ്ഥലത്ത് നടക്കും, പുറകിലുള്ള സ്ഥലത്ത് നടക്കും. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ആയുഷിന്റെ മാതാപിതാക്കൾ ഇൻഡോറിൽ നിന്നും ഇവിടേക്ക് എത്തിയത്. അവിടെ നിന്ന് മകനൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവരോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ പക്കൽ നിന്നും മൊബൈൽ ഫോണുകളും ഈ വാർത്ത അറിയാനുള്ള സംവിധാനങ്ങളുമെല്ലാം ഒപ്പമുണ്ടായിരുന്നവർ മാറ്റിവെച്ചിരുന്നു. അതായത് അവർ വീട്ടിലെത്തുന്നതുവരെ മകൻ ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ അറിഞ്ഞിരുന്നില്ല. അത്രത്തോളം ഒരു വേദനാജനകമായൊരു കഥ കൂടി ആയുഷിന്റെ മരണത്തിന് പിന്നാലെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെത്തിയ ശേഷമാണ് മകൻ ഇനിയില്ല എന്നുള്ള ആ ഒരു സത്യം മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത്. അവിടെ എത്തിയപ്പോൾ എത്തുമ്പോൾ ഉണ്ടായിരുന്ന ആ രംഗമൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയുന്നതിലും അപ്പുറം വൈകാരികമായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി അവർ വീട്ടിലെത്തി. മകൻ്റെ മൃതദേഹത്തിനരികിൽ നിന്നും മാറാതിരിക്കുന്ന അമ്മയെയും അച്ഛനെയുമാണ് നമ്മൾക്ക് ആ വീട്ടിൽ നിന്നും ഇന്നലെയൊക്കെ കാണാനായത്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ആയുഷിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി ആളുകൾ ഇപ്പോഴും എത്തുന്നുണ്ട്. 10:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. എന്തായാലും കൂടുതൽ ആളുകൾ ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന. അശ്വിൻ പാലാഴിയാണ് കാവാലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ മനീഷ് മഹിപാലിലേക്ക് കൂടി പോകുന്നു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ തത്സമയം ചെയ്യുന്നുണ്ട്. മനീഷ്, ഈ അപകടം സംബന്ധിച്ച് അത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിട്ടാണ് നമ്മൾ ആദ്യം അതിനെ കണ്ടത്. നമുക്കറിയാം അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ വാഹന ഉടമ, അതായത് കുട്ടികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ ഉടമയെ വിളിച്ചു വരുത്താൻ RTO എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഫിറ്റ്നസ് ഇല്ലാത്തത് ഈ ആഘാതം കൂട്ടി എന്നൊക്കെയുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ എപ്പോഴാണ് ഈ വാഹന ഉടമ ഷാമിൽ ഖാനെ RTO എൻഫോഴ്സ്മെന്റ് വിളിച്ചു വരുത്താൻ പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാനായിരിക്കും ശ്രമിക്കുക? ഇന്ന് രാവിലെ അമ്പലപ്പുഴയിലുള്ള RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് ഈ ഷാമിൽ ഖാൻ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ അമ്പലപ്പുഴ പോലീസ് ഇയാളുടെ മൊഴിയെടുത്തു. ഇയാൾ മാധ്യമങ്ങളോടൊപ്പം തന്നെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഈ വാഹനം വാടകയ്ക്ക് കൊടുത്തതല്ല, ഒരു സൗഹൃദത്തിന്റെ പുറത്ത് കൊടുത്തതാണെന്നാണ്. പക്ഷേ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിമായിട്ട് 2 മാസത്തെ സൗഹൃദമാണ് ഇയാൾക്കുള്ളതെന്നാണ് പറയുന്നത്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് വെച്ച് കണ്ടുപരിചയത്തിന്റെ പുറത്ത് ഒരാൾക്ക് രാത്രികാലത്ത് സുഹൃത്തുക്കൾക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി ഒരാൾ കാറ് നൽകുമോ എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ മൊഴി വിശ്വാസയോഗ്യമായി പോലീസോ മോട്ടോർ വാഹന വകുപ്പോ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന്
മുഴുവൻ രേഖകളുമായി എൻഫോഴ്സ്മെന്റ് ആർടിക്ക് മുൻപിൽ ഹാജരാകാൻ പറയുന്നത്. ഇനി മറ്റു വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഇനി 6 വിദ്യാർത്ഥികളാണ് നിലവിൽ ആകെ ചികിത്സയിലുള്ളത്. അതിൽ വാഹനം ഓടിച്ച ഒരാളുടെ നില നിസ്സാരമായതുകൊണ്ട് തന്നെ അദ്ദേഹം ആശുപത്രിയിലുണ്ട്. ബാക്കി 5 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് രാത്രിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ എടത്വ സ്വദേശിയായിട്ടുള്ള ആൽവിന്റെ നില അതീവ ഗുരുതരമാണ്. നിലവിൽ ഈ 3 ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേർക്ക് ഓരോ ശസ്ത്രക്രിയ വീതം കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ന്യൂറോ സംവിധാനങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അത്ര ആധുനിക സംവിധാനങ്ങൾ കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. ഇന്നലെ ഇത് സംബന്ധിച്ച് വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. അതായത് മറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഇപ്പോഴില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ഇവർക്ക് വേണ്ട വിദഗ്ധ ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. അങ്ങനെ 24 മണിക്കൂറും അവർക്ക് വിദഗ്ധ സംഘത്തിന്റെ ഡോക്ടർമാരുടെ സാന്നിധ്യവും ചികിത്സയും നൽകുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. ഇനി ഈ വാഹനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇന്നലെ ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പ്രാഥമികമായ റിപ്പോർട്ട് നൽകിയിട്ട് എന്തുകൊണ്ടാണ് അപകടം നൽകാറ്, അത് പ്രാഥമികമായി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ റോഡിലെ വെളിച്ചക്കുറവ്, കാലാവസ്ഥ, ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ 14 വർഷത്തെ കാലപ്പഴക്കം, അതുകൊണ്ട് തന്നെ ഈ ആന്റി ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്തത്, എയർ ബാഗ് ഇല്ലാത്തത്, അങ്ങനെ കാലപ്പഴക്കം ചേർന്നൊരു വാഹനമായതും ആ വാഹനത്തിൽ 7 പേര് കയറാവുന്ന വാഹനത്തിൽ 11 പേര് കയറിയതും വെളിച്ചക്കുറവും അങ്ങനെ റോഡിൽ മഴ പെയ്ത സമയത്ത് റോഡിലെ ജലപാളികളും ഒക്കെ തന്നെ ഈ അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്ന പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഷാമിൽ ഖാനെ കൂടി പരിശോധിച്ച് അയാളുടെ രേഖകൾ പരിശോധിച്ച് അയാളുടെ പങ്ക് വ്യക്തമാക്കിയ ശേഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. സമാന്തരമായി അമ്പലപ്പുഴ പോലീസും ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റജീൻ, ക്രിസ്റ്റീന. കിട്ടിയോ? എന്ത് ഫോട്ടോ തന്നെ ആയിരിക്കണം? ഫോട്ടോ. അപ്പൊ ഇതെന്താ ഇതിന്റെ പ്രത്യേകത? എന്താ ഇവിടെ കയറി നിൽക്കുന്നത്? എന്നെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ്. ഓരോ മാസവും ഈ ഫോട്ടോ പോയിന്റിൽ തീം ഇങ്ങനെ മാറി വരും. ഇതിപ്പോ ദീപാവലിയുടെ ഒക്ടോബർ തീമില്, ദീപാവലിയുടെ തീമിലാണ്. ഇനിയിപ്പോ കഴിയുമ്പോ തന്നെ ക്രിസ്മസ് തീം. അതെ. അപ്പോൾ അങ്ങനെ അതിനുള്ള ഫെസിലിറ്റി, ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ചിറ്റലപ്പള്ളി സ്ക്വയറിലുണ്ട്. അങ്ങനെ വെൽനസ് പാർക്ക് മാത്രമല്ല, ഈ പറയുന്ന പോലെ പല അമ്യൂണിറ്റീസ് ഉണ്ട്. അതിനെല്ലാം പല ഇടങ്ങളിലേക്ക് ആയിട്ടാണ് ഈ ഒരു വലിയൊരു ഇടത്തിൽ ഏക്കർ കണക്കിന് ഇടമുണ്ട് അവിടെയൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ മേഖലയിലേക്കൊക്കെ പോകണം. അതായത് ഇതിനപ്പുറത്താണ് വെൽനസ് പാർക്കും ഒക്കെ ഉള്ളത്. അതിലേക്കൊക്കെ നമ്മൾ പോകണം. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അതെ, നമ്മൾ ഒരു പ്രേക്ഷകൻ ചോദിച്ചു ഈ വാർത്തയെപ്പറ്റി. കൊല്ലം ചെമ്മാമുക്കിൽ യുവതിയെ തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ പ്രതി പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിലയും പത്മരാജനും തമ്മിൽ നിലനിന്നിരുന്ന കുടുംബ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. MG പ്രതീഷാണ് അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, അപ്പോൾ എന്താണ് ഇതിന് യഥാർത്ഥത്തിലുള്ള കാരണം? ഈ കൊലപാതകത്തിന്റെ പ്രകോപനം, അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമായി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലടുത്ത നടപടികൾ എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും? പ്രജിൻ, ക്രിസ്റ്റീന, കൊല്ലം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്നത്. അതും കാറിൽ പിന്തുടർന്ന് വന്ന തീ കൊളുത്തി കൊല്ലുക എന്നുള്ള അത്രത്തോളം ക്രൂരമായ ഒരു കൃത്യമാണ് ഇന്നലെ കൊല്ലം നഗരത്തോട് ചേർന്നുള്ള ചെമ്മാമുക്കിൽ നടന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അപകടം നടന്ന ആ സ്പോട്ടിലാണ്. 2 വാഹനങ്ങളും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഓൾട്ടോ കാറിൽ സഞ്ചരിക്കവെയാണ് ഈ കൊല്ലം തഴുത്തല സ്വദേശിയ അനിലയെ ഭർത്താവ് പത്മരാജൻ ഈ വണ്ടി കൊണ്ട് തടഞ്ഞു നിർത്തുകയും ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തത്. ഈ അനിലയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ അനില മരണപ്പെട്ടു എന്നതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. ഈ ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യത്തിലേക്ക് നയിച്ചതിന്റെ കാരണം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി കണ്ടെത്തിയത് ഈ അനിലയും ഭർത്താവ് പത്മരാജനും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ തമ്മിൽ ഈ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് നിലവിൽ പോലീസിനുള്ളത്. ഈ കൃത്യം നടത്തിയ ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനായി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇത്തരത്തിലൊരു ക്രൈം നടന്നിട്ടുള്ളത്. ഈ പ്രതിയെ ഇന്നലെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിലും കുടുംബ പ്രശ്നമാണ് പ്രധാനമായും പ്രതി നൽകിയിരിക്കുന്ന മൊഴി. ഈ വാഹനത്തിൽ ഓൾട്ടോ കാറിൽ ഈ മരിച്ച അനിലയ്ക്കൊപ്പം അനില ജോലി ചെയ്തിരുന്ന ബേക്കറിയിലെ ഒരു ജീവനക്കാരനും ഉണ്ടായിരുന്നു. ഈ അനില
അനിലയെയും അനിലയുടെ സുഹൃത്തിനെയും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം പ്രതി ആസൂത്രണം ചെയ്തത് എന്നതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അതിനുള്ള കൃത്യമായൊരു കാരണമാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായി ഈ പ്രതി ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ മരിച്ച അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഈ ബേക്കറിയിലെ ജീവനക്കാരൻ കൊല്ലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ കൈക്കും ഈ കാലിനും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ മറ്റ് അപകട സാഹചര്യം നിലവിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കൊല്ലം കടപ്പാക്കട ഭാഗത്ത് നിന്ന് ഈ SN കോളേജ് ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കാരണം എനിക്ക് പുറകിൽ കാണുന്ന ഈ ഭാഗത്ത് വെച്ച് ഈ ഓൾട്ടോ കാർ മുന്നിലൂടെ പോവുകയും പിന്നീട് ഇതിനെ പിന്തുടർന്ന് എത്തിയ ഈ ഒമിനി വാൻ തടഞ്ഞു നിർത്തിയാണ് ഈ പ്രതി പുറത്തിറങ്ങുകയും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ റോഡിൽ വെച്ച് ഉണ്ടാവുന്നത്. തുടർന്ന് ഈ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഈ പെട്രോൾ തന്നെയാണോ ഈ പ്രതി ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചത് എന്നതിൽ കൂടുതൽ സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും ഈ രണ്ട് കാറുകളും ഈ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ നിലവിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഈ കുറ്റം പ്രതി സമ്മതിക്കുകയും അതിലേക്ക് നയിച്ചതിന്റെ കാരണങ്ങൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരുടെ ഈ മൊഴിയെടുക്കലിലേക്കായിരിക്കും പോലീസ് പ്രധാനമായും കടക്കുന്നത്. ഈ മരിച്ച അനിലയുടെ ബന്ധുക്കളിൽ നിന്ന് ഒപ്പം പ്രതി പത്മരാജന്റെ ബന്ധുക്കളിൽ നിന്നടക്കം പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക് ഫൈൻഡിങ്ങിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും വളരെ ക്രൂരമായൊരു കൊലപാതകം കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടി ഇന്നലെ കൊല്ലം നഗരമധ്യത്തിൽ നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ ആലപ്പുഴയിലെ വാർത്തയിലേക്കാണ്. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന്റെ ആരോഗ്യ പുരോഗതി എന്നറിയാം. കഴിഞ്ഞ ദിവസം നടത്തിയ വിദഗ്ധ പരിശോധനാ ഫലം ആരോഗ്യവകുപ്പ് ഇന്ന് കുടുംബത്തിന് കൈമാറും. ജനിതക വൈകല്യമുണ്ടോ എന്നറിയാൻ കുഞ്ഞിനെ ഇന്ന് സ്രവ പരിശോധനയ്ക്കും വിധേയമാക്കും. രാവിലെ 8 മണിക്ക് കുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പരിശോധിക്കും. സംഭവത്തിൽ സ്വമേധ്യാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ഇന്നലെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കൂടെ പറയണം. ഒരുപക്ഷെ വൈകി വന്ന പ്രേക്ഷകരോട് പറയാം അല്ലെ, നമ്മൾ ഇന്ന് എവിടെയാണുള്ളത് എന്നുള്ളത്. നമ്മളിപ്പോൾ ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ്, കാക്കനാടാണ് അതിന്റെ സ്ഥലം. അവിടുത്തെ കുറെ കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ട്.